കഴിഞ്ഞ ആഴ്ച നമ്മള് ഈശോ തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിച്ചതിനാല് യഹൂദർ ഈശോയെ വധിക്കാൻ ശ്രമിച്ചു. അവിടം വരെയുള്ള ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടുപോയത്. ഇനി അടുത്തതായിട്ടുള്ളത് 19 തൊട്ട് 47 വരെയുള്ള ഭാഗങ്ങളില്, ആ വാചകങ്ങളില് this is the most complete explanation of God the Son's relationship to God the Father in the Gospels. അപ്പം പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള, പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റിയുള്ള വിവരണമാണ് ഈ വരുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ പാട്ട് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പാട്ടായിട്ടുള്ള 19 തൊട്ട് 30 വരെയുള്ള പാട്ടൊന്ന് വായിച്ച് കേൾക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പൊ നമ്മൾ പറഞ്ഞു 19 തൊട്ട് 47 വരെയുള്ളത് രണ്ട് പാട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതിലെ ആദ്യത്തെ പാട്ടില് 19 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളില് ജീസസ് അഡ്രസ് ബോത്ത് ദ ഇക്വിറ്റി ആൻഡ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ദ സൺ. God the Father and God the Son are equal. In all the Son's power and authority comes from the Father. അപ്പൊ ഈ ആദ്യത്തെ വാക്യങ്ങളില് പിതാവും പുത്രനും തമ്മിലുള്ള ആ തുല്യത, അതായത് പവറിന്റെ കാര്യത്തിലാണെങ്കിലും അധികാരത്തിന്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും അവര് ഒരേ അധികാരവും ഒരേ പവറും, ആ തുല്യതാണ്, ഈക്വിറ്റിയാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ കണ്ടുപോകുന്നത്. ഇനി വരുന്ന അടുത്ത സെക്കൻഡ് പാർട്ടില്, അടുത്ത വേഴ്സസില് addresses the diversity of God the Father and God the Son. They are two distinct persons. The Son does what he has seen the Father do, and the Father bears witness to the Son. അപ്പൊ രണ്ടാമത്തെ പാർട്ടില്, രണ്ടാമത്തെ ഭാഗത്തുള്ള വാക്യങ്ങളില് ഈശോ പറയുന്നത്, പിതാവ് പുത്രനും തുല്യനായിരിക്കുന്നത് പോലെ തന്നെ, പക്ഷെ അവര് രണ്ടുപേരും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. കാരണം അവര്, നമുക്കറിയാം ത്രിത്വം ഒരൊറ്റ ദൈവമാണ്, പക്ഷെ അതില് 3 വ്യക്തിത്വം എന്ന് പറയുന്നത് പോലെ പവറിലും ഇക്വിറ്റിയിലും അതോറിറ്റിയിലും പവറിലും ഒക്കെ അവർ ഇക്വിറ്റി ഉള്ളവരാണ്, എന്നാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള വ്യക്തിത്വമുള്ളവരാണ്. അപ്പൊ ഈ വസ്തുതയാണ് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള വാക്യങ്ങളിൽ ഈശോ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ the son does what he has seen the father do and the father bears witness to the son. പിതാവ് ചെയ്യുന്നു കാണുന്നത് പുത്രൻ ചെയ്യുന്നു, അതിന് പിതാവ് സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ആ ഡൈവേഴ്സിറ്റി, വ്യക്തിത്വത്തിന്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ ചെയ്യുന്നു, പുത്രന് പിതാവ് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഈശോ പറയുന്നു. St. Thomas Aquinas cautions that the son does not imitate the father in the same way a disciple imitates Jesus. Jesus used the word sees because men come to understand things through their senses, like the senses of sight. Instead, the Son is showing that the Father's power are communicated to the Son in all power through all eternity. അപ്പൊ ഇതിനകത്ത് വിശുദ്ധ അക്വിനാസ് പറയുന്നുണ്ട്,
ഈശോ പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സീസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും സാധാരണ ശിഷ്യന്മാര് ഈശോയെ അനുകരിക്കുന്നത് പോലെ അല്ല ഇവിടെ ഈശോ ചെയ്യുന്നത്. കാണാൻ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സെൻസസിലൂടെയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്ത് കണ്ടിട്ട് അത് അനുകരിക്കുന്നത് പോലെ അല്ല ഈശോ പിതാവിനെ അനുകരിക്കുന്നത്. കാരണം പിതാവിന്റെ പവേഴ്സ് എല്ലാം ഈശോയ്ക്ക് ഓൾ ത്രൂ ഇറ്റേണിറ്റി, നിത്യമായിട്ട് നിത്യതയിൽ നിന്ന് കൂടെ, അതായത് അതിനൊരു ഈ ദൈവത്തിന് ആദ്യമോ അന്തമോ ഇല്ല എന്ന് പറയുന്നത് പോലെ ഈ പവർ, അതോറിറ്റി ഇതെല്ലാം പിതാവിനുള്ളത് പോലെ തന്നെ പുത്രനുണ്ട്. അതായത് മനുഷ്യർ ചെയ്യുന്നത് പോലെ ഒരു കാര്യം കണ്ടു ചെയ്യുകയല്ല, ആ അധികാരത്തിലും പവറിലും ഒക്കെയുള്ള തുല്യത കൊണ്ട് പിതാവ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ പുത്രനും ചെയ്യുന്നു. അങ്ങനെയാണ്, അതായത് ഇമിറ്റേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് എന്നാണ് ഈശോ പറയുന്നത്. അക്വിനാസ് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. ഇനി what is the first work that Jesus does following the Father's example? How does that work relate to the signs? അപ്പൊ പിതാവ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ എന്ത് വർക്കാണ് ഈശോ ഇവിടെ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പുത്രൻ ചെയ്യുന്നതായിട്ട് ഈശോ പറയുന്നത്? ഇനി അടയാളങ്ങളില് ആയിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഗിവിങ് ലൈഫ്, ജീവൻ കൊടുക്കുന്നത്. നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സാബത്തിനെ പറ്റിയുള്ള വിവരണത്തില് എന്തുകൊണ്ടാണ് സാബത്തിൽ ഈശോ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ചെയ്തപ്പോൾ തെറ്റല്ലാതെ ആകുന്നതെന്ന് ഈശോ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പിതാവ് സാബത്തില് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് പുത്രൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് കണ്ടതാണ്. അതായത് ആൾക്കാർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ പ്രവർത്തികളായതുകൊണ്ട് പിതാവ് വെറുതെ വിശ്രമിക്കുകയല്ല. അതുപോലെ നമ്മളെല്ലാവരും ശരിയായ സാബത്ത് ആചരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടു കൂടിയായതുകൊണ്ട് നന്മ പ്രവൃത്തി ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഈശോ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ആദ്യത്തെ പിതാവിന്റെ വർക്ക് എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്നു. അത് തന്നെയാണ് ഈശോയും ചെയ്യുന്നത്. Now we can understand the reason that Jesus gave life to the royal official son. ഇതുകൊണ്ടാണ് സൈന്യാധിപന്റെ മകനെ ഈശോ ഇവിടെ ഉയർപ്പിക്കുന്നത്. It was a sign of the life from above that he can truly give because the Father has empowered him to give life. അപ്പൊ പിതാവ് പുത്രന് ജീവൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ജീവന് മേൽ അധികാരം കൊടുത്തിരിക്കുന്നു എന്നൊന്ന് കാണിക്കാനായിട്ടുള്ള ഒരു അടയാളമായിട്ടാണ് ഈ റോയൽ ഒഫീഷ്യലിന്റെ മകനെ ഈശോ ഉയർപ്പിക്കുന്നത്. The connection between the healing of the paralyzed man and the order to stop sinning is the connection between the greater eternal death that sin can bring and Jesus' power over sin to forgive and grant life. രണ്ടാമത്തത് പാപം വഴിയായിട്ട് വരുന്ന മരണം, അതായത് നിത്യമരണം. അതിന്റെ മേലും ഈശോയ്ക്ക് പാപം പൊറുക്കാനുള്ള അധികാരമുണ്ടെന്നും നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താനായിട്ട് ഈശോയ്ക്ക് പവർ ഉണ്ടെന്നും പിതാവിനാൽ നൽകപ്പെട്ട അധികാരമുണ്ടെന്നും കാണിക്കാനായിട്ടാണ് രണ്ടാമത്തെ ഹീലിംഗിൽ, അതായത് ബെത്സൈദ കുളത്തിന്റെ അടുത്തുള്ള 38 വർഷമായി തളർന്നു കിടന്ന ആളെ സൗഖ്യം നൽകിയ ആ അടയാളം ഈശോ ചെയ്യുന്നത്. അപ്പം ജീവൻ കൊടുക്കാനുള്ള അധികാരം അതിനുള്ള അടയാളമായിട്ടാണ് ഈ രണ്ട് അത്ഭുതങ്ങളും ഇവിടെ ചെയ്യുന്നത്. വാട്ട് ഡസ് ജീസസ് വാർണിംഗ് ടു ദ മാൻ മീൻ ടു അസ്? അപ്പൊ എന്തുകൊണ്ടാണ് ഇനി മേൽ പാപം ചെയ്യരുത് എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ ഈ തളർവാദ രോഗിയോട്. അപ്പൊ എന്താണ് നമ്മൾക്ക് അതിന്റെ സാങ്കത്യം? The only threat to the kind of life that Jesus can bring the world is sin. നമ്മളുടെ നിത്യജീവിതത്തിൽ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന് ഇല്ലാതാക്കാനായിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് പാപമാണ്. സിൻ ഹാസ് എ ഡബിൾ കോൺസിക്വൻസ്. ഇപ്പൊ എല്ലാ പാപത്തിനും 2 അനന്തര ഫലങ്ങളാണുള്ളത്. Grave sin deprives us of communion with God and therefore makes us incapable of eternal life. The eternal punishment of sin. അപ്പൊ അതിന്റെ ഒന്നാമത്തെ നമുക്കറിയാം, മാരക പാപം ചെയ്യുന്ന ഒരാള് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നിത്യനാശത്തിന്, നിത്യ ശിക്ഷയ്ക്ക് അർഹതായി തീരുകയും ചെയ്യും. രണ്ടാമതായിട്ട്, on the other hand, every sin, even venial, entails an unhealthy attachment to creatures, which must be purified either here on earth or after death in the state called purgatory. ഇനി രണ്ടാമത്തേതുള്ള എല്ലാ പാപത്തിനും ഒരു ഘടകങ്ങളുണ്ട്. അത് മാരകപാപമല്ല, വീനിയൽ സിൻ ആണെങ്കിലും അതിനും ഈ പറയുന്ന ഒരു കടങ്ങൾ അവശേഷിക്കപ്പെടും.
അപ്പോൾ ആ കടങ്ങള് മാറ്റാനായിട്ടാണ് ഈ പർഗേറ്ററിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യം. ദിസ് പ്യൂരിഫിക്കേഷൻ ഫ്രീസ് വൺ ഫ്രം വാട്ട് ഈസ് കോൾഡ് ദ ടെമ്പറൽ പനിഷ്മെന്റ് ഓഫ് സിൻ. അപ്പൊ ഈ ശുദ്ധീകരണമാണ് നമ്മളെ ചെറിയ തൽക്കാലത്തേനായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. കാരണം നമ്മൾ മോർട്ടൽ സിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ നരകത്തിൽ പോവുകയുള്ളൂ, ഇറ്റേണൽ പനിഷ്മെന്റ് മറ്റവര് പർഗേറ്ററിയിൽ. അപ്പോൾ ഈ പർഗേറ്ററിയിൽ ഉള്ള പ്യൂരിഫിക്കേഷൻ വഴിയായിട്ടാണ് നമ്മൾക്ക് ഈ കടങ്ങൾക്ക് മോചനം കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി വാട്ട് ഈസ് ദ സെക്കൻഡ് വർക്ക് ടു ഹൂം ഹാസ് ദ ഫാദർ ഗിവൺ ദ പവർ ടു ജഡ്ജ് മാൻ? ഇനി ആദ്യത്തെ നമ്മൾ ഗിവിംഗ് കണ്ടു. ആദ്യത്തെ വർക്ക് എന്താണ്? ഗിവിംഗ് ലൈഫ്. എന്താണ് രണ്ടാമത്തെ വർക്ക് എന്ന് നോക്കാം. ദ സെക്കൻഡ് ഓഫ് ദ വർക്ക്സ് ഇസ് ദ പവർ ടു ജഡ്ജ് സിൻ. ദിസ് പവർ ബിലോങ്സ് ടു ദ സൺ. ദ പവർ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത് is the power of Christ the judge. Jesus is the supreme judge of the last days. അപ്പം രണ്ടാമത്തെ വർക്കാണ് വിധിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് പുത്രനായ ദൈവത്തിന് അവകാശപ്പെട്ടിരിക്കുന്നതാണ്, അത് പിതാവ് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ക്രൈസ്റ്റ് ദ ജഡ്ജ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഈശോയുടെ വർക്ക്. ഇനി ഫോർ ഈച്ച് ഓഫ് us where does the struggle over life and death begin? ഇനി നമ്മൾക്ക് ഓരോരുത്തർക്കും എവിടെയാണ് ഈ മരണവും ജീവനും അല്ലെങ്കിൽ അതിന്റെ മേലെയുള്ള ഈ സ്ട്രഗിള്, യുദ്ധം എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? ഇറ്റ് ബിഗിൻസ് ഇൻ ദിസ് ലൈഫ് വിത്ത് ദ ചോയ്സ് ഓഫ് വൺ മേക്സ് വിത്ത് റെസ്പെക്ട് ടു ബിലീഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നമ്മള് ദൈവത്തോടുള്ള വിശ്വാസത്തെ പ്രതി നമ്മള് എന്താണോ നമ്മളുടെ ചോയ്സ്, നമ്മളുടെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും നമ്മൾക്ക് ജീവനാണോ മരണമാണോ കിട്ടാൻ പോകുക എന്നുള്ളത്. പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ ജീവനും മരണവും നിന്റെ, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിത്യം ജീവിക്കാനായിട്ട് നീ നന്മ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ചോയ്സിനെ അനുസരിച്ചാണ് മരണമാണോ ലൈഫാണോ നമുക്ക് കിട്ടുക എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. ഹൂ ആർ ദ ഡെഡ് ഹു ആർ റെഫേർഡ് ടു ഇൻ വേഴ്സ് 21? വാട്ട് ഈസ് ദ ഡെത്ത് വി മസ്റ്റ് ഫിയർ? 21 വാക്യത്തിൽ പറയുന്നേ, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു എന്ന് പറയുന്ന ഈ ഡെഡ് എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് എന്നാണ്. സ്പിരിച്വലി ഡെഡ്, അതായത് ആത്മാവില് മരിച്ചിരിക്കുന്നവര്, അവരെയാണ് ഡെഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5 24 സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് ഡബിൾ ആമേൻ ടു ദിസ് ഡയലോഗ്. ആമേൻ ആമേൻ എന്ന് പറയുന്നതാണ് സത്യം സത്യമായി എന്ന് 2 പ്രാവശ്യം പറയുന്നത്. വാട്ട് ഡസ് ഫ്രം ഡെത്ത് ടു ലൈഫ് മീൻ? The earth was already under the curse from the original fall of Adam and Eve, but now through Christ we are provided a spiritual transfer from the curse of the covenant with Adam and the curses of the Sinai covenant to the blessings of the new covenant in Christ, which were enumerated by Jesus in the Sermon of the Mount. അപ്പം മരണത്തിൽ നിന്നും ജീവനിലേക്ക് എന്നുള്ളത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ആദി പാപം വഴിയായിട്ട് നമ്മളെല്ലാവരും മരണത്തിന് അല്ലെങ്കിൽ നിത്യശിക്ഷയ്ക്ക് അർഹരായവരാണ്. അപ്പോൾ ആ കേഴ്സിൽ നിന്നും നമ്മളെ നിത്യജീവനിലേക്ക് പുതിയ ഉടമ്പടി വഴിയായിട്ട്, ഈശോയുടെ പുതിയ ഉടമ്പടി വഴിയായിട്ടുള്ള നിത്യജീവനിലേക്കുള്ള ആ കൊണ്ടുപോകലാണ് ഇവിടെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സീനായി കവനന്റിനെ പറ്റി പറയുന്നു. പഴയ നിയമത്തിലെ പാപങ്ങൾക്ക് ബലിയായിട്ട് മൃഗബലി നടത്തുമ്പോൾ അവിടെ നമ്മളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല, അത് ജസ്റ്റ് കവർ ചെയ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈശോയുടെ കുരിശുമരണം വഴിയായിട്ടാണല്ലോ പാപമോചനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാപബലികളിൽ ഒന്നും, പാപപരിഹാര ബലികളിൽ ഒന്നും പാപമോചനം നടക്കുന്നില്ല. എന്നാൽ ഈശോയുടെ പാപ പരിഹാര ബലി വഴിയായിട്ട് നമ്മളെ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് ഈശോ കൊണ്ടുപോകുന്നു. അതിനെ പറ്റിയാണ് ഇവിടെ ഫ്രം ഡെത്ത് ടു ലൈഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈസ്റ്റ് ഹാസ് rescued us from the fallen family of Adam and he has reinstated us in the divine family of God the Father. അപ്പം പതനത്തിൽ പെട്ടുപോയ ആദാമിന്റെ സന്തതികൾ എന്നുള്ളതിൽ നിന്നും നമ്മളെ ഈശോ ദൈവമക്കളായിട്ട് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ആ പുതിയ സ്ഥാനം നമ്മൾക്ക് തന്നിരിക്കുന്നു. He is able to do this because the Father has turned over to him the power of salvific judgment. ഇതെങ്ങനെയാണ് സാധിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവം
രക്ഷാകരമായിട്ടുള്ള ന്യായവിധിക്കുള്ള പവർ, അതിന്റെ അധികാരമെല്ലാം, വിധിക്കാനുള്ള അധികാരമെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ അധികാരം വഴിയായിട്ടാണ് ഈശോ ഇത് ചെയ്യുന്നത്. വിച്ച് ഇൻ ദ ഓൾഡ് കവനന്റ് ഈസ് ദ പ്രൊറോഗേറ്റീവ് ഓഫ് യാഹ്വേ. ഇപ്പൊ പഴയ നിയമത്തില് യാഹ്വേ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. യാഹ്വയാണ് ജീവന്റെ മേലും മരണത്തിന്റെ മേലും ശിക്ഷ വിധിക്കാനും ഒക്കെയുള്ള അധികാരമുള്ളതായിട്ട് യാഹ്വേ മാത്രമേ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് പരിശുദ്ധത്വത്തെ പറ്റി, പിതാവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ ഈശോ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. This power that the Father has given the Son should cause men to honor the Son and to recognize his relation to the Father. But this power to judge also has a negative side. അപ്പൊ എന്തിനാണ് പിതാവ് പുത്രൻ ഇത് കൊടുത്തിരിക്കുന്നത്, ഈ അധികാരം? അത് എല്ലാ ആൾക്കാരും പുത്രനെ തിരിച്ചറിയുകയും അതുവഴിയായിട്ട് പുത്രനെയും ഓണർ ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിതാവ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജഡ്ജ് ചെയ്യാനുള്ള അധികാരത്തിന് രണ്ട് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്. The positive side of Jesus' power to judge is the judgment on behalf of those who believe in him and receive the gift of salvation. What is the negative side of Jesus' power to judge? അപ്പൊ നമുക്കറിയാം എന്താണ് പോസിറ്റീവ് സൈഡ് എന്നുള്ളത് നമുക്കറിയാം. അതായത് നന്മ ചെയ്തവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു, അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവർക്ക് വിധി ഉണ്ടാകുന്നു, അവർക്ക് നിത്യജീവൻ, സ്വർഗം അവകാശപ്പെടുന്നു. അതാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്. ഇനി എന്തായിരിക്കും നെഗറ്റീവ് സൈഡ്? നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹിസ് ജഡ്ജ്മെന്റ് ഈസ് അറ്റ് ദ സെയിം ടൈം എ കണ്ടംനേഷൻ ഓഫ് ദോസ് ഹു റെഫ്യൂസ് ദ സൺ സെന്റ് ബൈ ദ ഫാദർ. അപ്പോൾ പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കാത്തവർക്കുള്ള ശിക്ഷയാണ് ഇതിന്റെ ഈ ജഡ്ജ്മെന്റിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. Verse 24 re-emphasize the eschatological message of the gospel. 24-ാം വചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട്, അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവനുള്ളത്, മറ്റവര് നിത്യശിക്ഷയ്ക്കാണ് അർഹതപ്പെട്ടിരിക്കുന്നത്. ജഡ്ജ്മെന്റ്, കണ്ടംനേഷൻ, പാസിംഗ് ഫ്രം ഡെത്ത് ടു ലൈഫ് ആർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ് അവർ. അപ്പൊ ആ മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ അല്ല, മണിക്കൂർ എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അവസാനത്തെ ന്യായവിധിയുടെ സമയത്തെ പറ്റിയാണ്. വിച്ച് ജീസസ് ടെൽസ് ദം ഇൻ ദിസ് ഡിസ്കോഴ്സ് ഈസ് നൗ ഹിയർ. വാട്ട് മെസ്സേജ് ഡസ് ദിസ് വേഴ്സ് ക്യാരി ടു us who read it in the Bible today? അപ്പൊ ഈ മെസ്സേജിന്റെ നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് അതിന്റെ സാങ്കത്യം? In the Anchor Bible commentary on John's Gospel, Father Brown writes, just as the royal official listened to Jesus' word and believed in it, thus receiving the life of his son, so also those who stand before Jesus and hear his words in the discourse of chapter 5 have the opportunity to receive life. അപ്പൊ ഇതാണ് നമ്മൾക്കുള്ള സാങ്കത്യം. അന്ന് ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ട് സൈന്യാധിപന്റെ മകൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർത്തതുപോലെ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക്, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾക്ക് ഇവിടെയുള്ള സാങ്കത്യം. ദീസ് വേർഡ്സ് ആർ ദ സോഴ്സസ് ഓഫ് ലൈഫ് ഫോർ ദോസ് ഹു ആർ സ്പിരിച്വലി ഡെഡ്. അപ്പൊ അതുകൊണ്ടാണ് സ്പിരിച്വലി ഡെഡ്, പാപത്തില് പെട്ടിരിക്കുന്നവര്, പാപം ചെയ്തത് വഴിയായിട്ട് മരണത്തില് പെട്ടിരിക്കുന്നവര് ഈശോയുടെ വാക്ക് ശ്രവിച്ച് ജീവനിലേക്ക് തിരിയാനായിട്ട് നമ്മൾക്ക് അവസരമുണ്ട് ഇപ്പോൾ. അതാണ് ഈ വാക്യങ്ങൾക്ക് നമ്മൾക്ക് ഇപ്പോഴുള്ള പ്രത്യേകത. ഇനി 25 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളില് this is the 4th time Jesus has referred to himself as the Son of Man. 4ാമത് ആയിട്ട് ഈശോ ഇവിടെ മനുഷ്യപുത്രൻ എന്ന് റെഫർ ചെയ്യുന്ന വാക്യങ്ങളാണ് 25 തൊട്ട് 30 വരെയുള്ളത്. 12 times the title Son of Man will be used to refer to Christ in the Gospel. ഈ സുവിശേഷത്തില് 12 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. And Jesus will refer to himself 10 times by the same title. ഈശോ തന്നെ മനുഷ്യപുത്രൻ എന്ന് 10 പ്രാവശ്യം പറയുന്നുണ്ട്. 12 പ്രാവശ്യം മൊത്തം പറയുന്നു, 10 പ്രാവശ്യം ഈശോ തന്നെ ഇത് റെഫർ ചെയ്യുന്നുണ്ട്. Each time this title is used, it refers back to the vision of Daniel 7:13-14, a vision of the Messiah as the kingly judge of all nations.
അപ്പൊ ഇതെല്ലാം ഈശോയുടെ ഈശോ ജീസസ് ദ ജഡ്ജ്, ന്യായവിധി നടത്തുന്ന ഈശോയുടെ ആ റെഫറൻസ് ആണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ വിഷൻ, അതിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നുള്ള ആ പ്രയോഗം ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത്. God the Father existed before all things. Therefore, he is the first link in the chain of life. The Father's capacity to give life is shared by the Son, who receives life from the Father and gives that supernatural life to the world through the sacraments. നമ്മൾ കണ്ടതുപോലെ ആദിയും അന്തവും ഇല്ലാത്ത ദൈവം പിതാവാണ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പൊ ഇപ്പൊ പിതാവിനോട് തുല്യനായിരിക്കുന്ന പുത്രൻ ഈ ജീവൻ നൽകാനും ഉള്ള അധികാരം പിതാവിനോടൊപ്പം ഷെയർ ചെയ്യുന്ന ഈശോ, who receives life from the Father and gives that supernatural life to the world through sacraments. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സാക്രമെന്റുകളിൽ കൂടെ, കൂദാശകൾ വഴിയായിട്ടാണ് ഈ ലൈഫ് ഗീവിംഗ് ആ ഗിഫ്റ്റ് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Who has been given the power to give judgment or absolute authority over life and death? നമുക്കറിയാവുന്നതാണ്. ആർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്? പുത്രനായ ദൈവത്തിന്. The Son has been given authority by the Father to judge the living and the dead. ഇപ്പം ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനുള്ള ആ അവകാശം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും ചെല്ലുന്നത്. അപ്പൊ അതാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ആൻഡ് ടു ഡിസൈഡ് ഈച്ച് മാൻ ആൻഡ് വുമൺസ് ഇറ്റേണൽ ഡെസ്റ്റിനി. നമ്മളുടെ ഓരോരുത്തരുടെയും നിത്യമായിട്ടുള്ള വിധി തീരുമാനിക്കാനുള്ള അധികാരം ഈശോയ്ക്കാണ്. മാത്യു 25:31-46, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:42, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 679 ഒക്കെ ഈ സൺ ദ ജഡ്ജ്, ഈശോയുടെ ജീസസ് ദ ജഡ്ജ് എന്നുള്ള അതിന്റെ വിവരണങ്ങളാണ്. What is it that the dead will hear that calls them back to life? എന്താണ് ഈ മരിച്ചവർ കേൾക്കുന്നത്? The voice of Jesus the Messiah. ഈശോയുടെ ശബ്ദം. ഈശോയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് മരിച്ചവര് ഉയർപ്പിക്കപ്പെടുന്നത്. We will address that call in the discussion of the next. ഇനി വരുന്ന ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി കാണും. 28-31 വരെയുള്ള വാക്യങ്ങളിൽ the hour is coming. This is the second time that the phrase is used in this dialogue. ഈ മണിക്കൂറിനെ പറ്റിയുള്ള, ആ സമയത്തെ പറ്റിയുള്ള ഡിസ്കഷൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സമയം എന്നുള്ള പ്രയോഗം ഇവിടെ വരുന്നത്. അപ് ടു ദിസ് പോയിന്റ് the hour has been referenced 5 times. ഇതുവരെ 5 പ്രാവശ്യം ഈ സമയം എന്നുള്ള ഇതിന് റെഫറൻസ് വരുന്നുണ്ട്. The coming hour will be mentioned 14 times in John's Gospel. ഈ വരാനിരിക്കുന്ന സമയം എന്ന് പറയുന്ന അതിന് 14 പ്രാവശ്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം 2 times 7 ഡബിൾ പെർഫെക്ഷൻ. അപ്പൊ 14 പ്രാവശ്യം എന്നുള്ളതിന്റെ ഈ യഹൂദർക്ക് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. അതായത് 2 times 7 ആണ് പെർഫെക്ഷനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 14 ഡബിൾ പെർഫെക്ഷനെ സൂചിപ്പിക്കാനായിട്ടാണ് 14 പ്രാവശ്യം ഈ സമയത്തെ പറ്റി വിശുദ്ധ യോഹന്നാന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സമയത്തിന് there are 2 dimensions to the hour of Jesus. ഈശോ പറയുന്ന ഈ സമയത്തിന് 2 ഡയമെൻഷൻ ആണുള്ളത്. ഒന്നാമത്തത്, one meaning is connected to the historical life of Jesus. അതായത് ഈശോയുടെ ചരിത്രപരമായി ഈശോ ജീവിച്ചിരിക്കുന്ന ആ കാലത്തിന്റെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഒരു മീനിങ്. And the other to the liturgical life of Jesus in the church. അതായത് ഒന്നാമത്തെ 2 മീനിങ് ആണ് ഈ സമയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈശോ ജീവിച്ചിരുന്ന കാലത്ത്. രണ്ടാമത്തത്, ഇപ്പോൾ ഈശോ സഭയില് ഈശോ എങ്ങനെയാണ് നമ്മളുടെ കൂടെ ആയിരിക്കുന്നത്, കൂദാശകളിലൂടെ കുർബാനയിലൂടെ ഒക്കെ. അപ്പൊ ഇങ്ങനെ 2 മീനിങ് ആണ് ഈ സമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ അവറിനെ പറ്റി നോക്കാം. The climax of Jesus' earthly ministry to the appointed time of his passion and glorification. അപ്പം ഈ ഹിസ്റ്റോറിക്കൽ അവർ ഏതാണ്? ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ആ ഉദ്ധാനം വരെയുള്ള ആ സമയമാണ് ഹിസ്റ്റോറിക്കൽ അവർ. Before the appointed hour set by the Father, the attempts of Jesus' enemies to harm him have all been in vain because his hour has not yet come.
അതുവരെ അവന്റെ സമയം വന്നിരുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒത്തിരി ഈശോയുടെ ശത്രുക്കളെ യഹൂദര് പുരോഹിതരൊക്കെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കാരണം പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന ആ സമയം വന്നിട്ടില്ലാത്തത് കൊണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഈ അവർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിക്കൽ അവർ ആണ്. The countdown of that hour is at the start of Passion Week, when Jesus rides into Jerusalem on the day the Passover lambs are selected for the sacrifice, Palm Sunday. അപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ അവർ അത് തുടങ്ങുന്നത് ഓശാന ഞായറാഴ്ച ഈശോ ജെറുസലേമിലേക്കുള്ള പ്രവേശനമാണ്. നമുക്കറിയാം ആ സമയത്താണ് ബലി അർപ്പിക്കേണ്ട ആട്ടിൻകുട്ടികളെയൊക്കെ ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈശോയുടെ ആ ഹിസ്റ്റോറിക്കൽ അവർ തുടങ്ങുന്നത് ഓശാന ഞായറാഴ്ചയാണ്. രണ്ടാമത്തത് ദ ലിറ്ററജിക്കൽ അവർ. Christ's hour reaches beyond the historical events of his passion and glorification and into the liturgical commemoration of these events as they are reenacted in the life of his church. അപ്പോൾ ലിറ്ററജിക്കൽ അവർ നമുക്കറിയാം, ഹിസ്റ്റോറിക്കൽ അവറിന്റെ ഈശോയുടെ ജീവിച്ചിരുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും സഭയിൽ തുടർന്നു പോകുന്നത് കൂദാശകളിലൂടെ കുർബാനയിലൂടെ ഒക്കെ. അതാണ് ലിറ്ററജിക്കൽ അവർ. Biblical scholars point to several passages that illustrate the connection of his hour with Christian worship. അപ്പം ഈ അവർ എന്നുള്ളതിന് ലിറ്ററജിക്കൽ അവറുമായിട്ട് ഇന്നത്തെ സഭയിലെ ഈശോയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശോയുടെ നമ്മളോട് കൂടെ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് സ്കോളേഴ്സ് സെവറൽ പാസേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ ജോൺ 2:4 കാനായിലെ കല്യാണത്തിൻ്റെത്. My hour has not yet come. When the hour does come, he will provide that best wine of the wedding feast in abundance. A reference to the ordinary wine that becomes the perfect blood of Christ in Holy Eucharist. അപ്പൊ എന്റെ സമയം വന്നിട്ടില്ലല്ലോ എന്ന് ഈശോ മാതാവിനോട് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ലിറ്ററജിക്കൽ അവറുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈശോയുടെ സാധാരണ വൈൻ ഈശോയുടെ തിരുരക്തമായി മാറുന്നത്. ഇനി ജോൺ 4:23 വരെ. The encounter with the Samaritan woman. Jesus insists that this coming hour is associated with worship that is superior to any previously known worship, including the Jews' worship under the Old Covenant in the temple in Jerusalem and the Samaritans' imperfect worship at Mount Gerizim. ഈശോ പറഞ്ഞുണ്ടല്ലോ, ആത്മാവിലും സത്യത്തിലും മനുഷ്യര് ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു എന്ന് പറയുന്നു. അപ്പം അതായത് അതുവരെയുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, അത് ജ്യൂസിന്റെ ആകട്ടെ വിജാതിയുടെ ആകട്ടെ ഏത് വർഷിപ്പാണെങ്കിലും വെറും ഇംപെർഫെക്റ്റ് ആയിരുന്നു. ശരിയായിട്ടുള്ള ആരാധന, വിശുദ്ധ കുർബാന, അതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അത് ജോൺ 4:21-23 വരെ. ഇനി അടുത്ത ലിറ്ററജിക്കൽ വർഷിപ്പിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ലിറ്ററജിക്കൽ അവറിനെ പറ്റിയുള്ള സൂചനയാണ് ജോൺ 5:25-29 വരെ. ജീസസ് അനൗൺസസ് ഹിസ് അവർ ആസ് ദ ടൈം when the dead will hear the voice of the Son of Man and will be resurrected to judgment. In the reading of the gospel and other biblical passages in the liturgy of the word at Mass, we continue to hear the voice of the Son of Man speak to us and to awaken our souls. അപ്പോൾ ഈ ഭാഗത്ത് ഈശോ അവർ സമയം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ലാസ്റ്റ് ജഡ്ജ്മെന്റിന്റെ സമയമുണ്ട്. അതല്ലാതെ ഓരോ സമയത്തും ലിറ്ററജിക്കൽ അവറിൽ ഓരോ സമയവും നമ്മൾ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ, ബൈബിൾ വായനയുടെ സമയത്ത് നമ്മൾ കേൾക്കുമ്പോൾ സ്പിരിച്വലി ഡെഡ് ആയിരിക്കുന്ന നമ്മളുടെ സോൾസിനെ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ശ്രവിക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ഈ ബൈബിൾ വായനയും ഹോംലിയും ഒക്കെ വിശുദ്ധ കുർബാനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കുന്നത്. അതിന് അത്രയേറെ സാങ്കത്യവും പ്രാധാന്യവും ഉള്ളത് ഇതുകൊണ്ടാണ്. അതായത് സ്പിരിച്വലി ഡെഡ് ആയിരിക്കുന്ന സോൾസിന് നമ്മൾക്കൊക്കെ അവേക്കൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് കർത്താവിന്റെ വചനം കേൾക്കുന്ന ആ സമയം. ഇനി ജോൺ 12:20-24 വരെ. ക്രൈസ്റ്റ് ഫൈനൽ അവർ വിൽ ബ്രിങ് എ ഹാർവസ്റ്റ് ഓഫ് സോൾസ് ഫ്രം എവരി നേഷൻ ഓൺ എർത്ത്. ഇത് ലാസ്റ്റ് ജഡ്ജ്മെന്റിനെ പറ്റിയുള്ളത്. His church continues to sow the seed and reap the harvest of souls. അപ്പം സഭയിലൂടെ ഈ എന്താ പറയാ വചനം വിതയ്ക്കുകയും ആത്മാക്കളെ നേടുകയും ചെയ്യേണ്ട ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തു പോകേണ്ടതുണ്ട്. മാത്യു 28:19-20 വരെ ഉള്ള വചനങ്ങളിൽ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്. All authority in heaven and on earth has been given to me.
Go therefore and make disciples of all nations. Baptize them in the name of the Father and of the Son and of the Holy Spirit, and teach them to observe all the commands I gave you. And look, I am with you always, yes, to the end of time. അപ്പൊ നമ്മൾക്കറിയാം ഫൈനൽ അവറിൽ ജഡ്ജ്മെന്റ് ആണ് നടക്കുന്നത്. അവിടെ ആത്മാക്കളുടെ കൊയ്ത്ത്, ഹാർവസ്റ്റ് ഓഫ് സോൾസ് ആണ് നടക്കേണ്ടത്. പക്ഷെ അതിനു മുന്നേയുള്ള സമയം വരെ സഭയുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് ഈശോയുടെ വചനം പ്രസംഗിക്കുക, ആൾക്കാരെ മാനസാന്തരപ്പെടുത്തുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക. അപ്പോൾ ഈ ലിറ്റർജിക്കൽ അവറിലൂടെ ഒക്കെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം സ്പിരിച്വലി ഡെഡ് ആയിരിക്കുന്നത് നമ്മൾ എവേക്കൻ ആകുക, മറ്റാൾക്കാരെ ഈശോയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി ആയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ വേഴ്സ് 28 കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്ന് പറയുന്നത്. Are you surprised that Christ will raise both the righteous and the wicked? Why will both be raised? അപ്പൊ എല്ലാവരെയും എന്തിനാണ് ഉയർപ്പിക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് വിക്കഡ് ആയിട്ടുള്ള തിന്മ ചെയ്തവരെയും എന്തിനാണ് മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. Christ has been given the power and authority to raise all from the dead, both the saints and the sinners. അപ്പൊ ഈശോയ്ക്ക് എല്ലാവരെയും ഉയർപ്പിക്കാനുള്ള പവറാണ് ഉള്ളത്. അത് നീതിമാന്മാരെ മാത്രമല്ല, എല്ലാവരും ആ സമയത്ത് ഉയർപ്പിക്കപ്പെടും എന്നാണ് അർത്ഥം. The future event at the end time was prophesied by the prophets Daniel and Ezekiel, as well as by Saint Paul in 1 Thessalonians 4:16. ദാനിയേൽ പ്രവാചകന്റെയും എസക്കിയേലിന്റെയും പൗലോസ്ലീഹായുടെയും ഒക്കെയുള്ള ബുക്കുകളിൽ ഈ ലാസ്റ്റ് ജഡ്ജ്മെന്റിനെ പറ്റിയുള്ള വിവരണങ്ങൾ റെഫറൻസ് ഉണ്ട്. Jesus is the supernatural Son of Man, whose voice raises the dead from their graves, and who will separate those who come forth to life everlasting and those who come forth to judgment eternally. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിത്യജീവനിലേക്കും അല്ലെങ്കിൽ നിത്യമരണത്തിലേക്കും വിധിക്കപ്പെടാനായിട്ടാണ് എല്ലാവരും അവരെ ഉയർപ്പിക്കപ്പെടുക. ഇത് തന്നെ 15:29 അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ആ വാക്യത്തിന്റെ റെഫറൻസ് അല്ലെങ്കിൽ ഉദ്ദേശം ഇതാണ്. CCC 997 തൊട്ട് 1001 വരെ ഉള്ള പാർട്ടില് ലാസ്റ്റ് ജഡ്ജ്മെന്റിനെ പറ്റിയുള്ള വിവരണമാണുള്ളത്. പിന്നെ മാത്യു 24:42, 2 കൊറിന്ത്യൻസ് 5:10, റോമൻസ് 14:10 ഈ വാക്യങ്ങളെല്ലാം ലാസ്റ്റ് ജഡ്ജ്മെന്റിന്റെയാണ്. The Catechism offers a very clear teaching on the resurrection of the dead and the hour of our judgment. അപ്പം മരിച്ചവരെല്ലാവരും പുറത്തു വരുന്നതും ന്യായവിധി നടത്തുന്നതിനെ പറ്റിയാണ് 10:38 കാറ്റഗിസം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഇനി 31 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എന്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെ കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ യോഹന്നാന്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ. പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പൊ ഇതാണ് 38 വരെയുള്ള വാക്യങ്ങളിൽ. ആരാണ് ഈ വിറ്റ്നസ്, സാക്ഷി എന്ന് ഇവിടെ ഈശോ പറയുന്നത്? പിതാവായ ദൈവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The Jewish legal tradition required that a claim to be substantiated in court must be substantiated by 2 or 3 witnesses. Deuteronomy 19:15,
നമ്മൾ യഹൂദരുടെ നിയമം അനുസരിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് 2 3 സാക്ഷികൾ വേണം. ഇൻ വേഴ്സസ് 33 തൊട്ട് 46 വരെ what 5 witnesses does Jesus list beyond the legal requirement? അപ്പൊ 2 മാക്സിമം 3 സാക്ഷികൾ മതി. എന്നാൽ ഈശോ ഇവിടെ 5 സാക്ഷികളെ അല്ലെങ്കിൽ 5 സാക്ഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. ബിയോണ്ട്, അതായത് ശരിക്കും വേണ്ടതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്കായിട്ട് ഈശോ ഇങ്ങനെ കാണിക്കുന്നു. അത് ഏതൊക്കെയാണ് ഈ 5 സാക്ഷികളെന്ന് നമുക്ക് നോക്കാം. 1 ജോൺ ദ ബാപ്റ്റിസ്റ്റ്, 2 ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ, പിന്നെ ഫാദർ തന്നെ, പിതാവായ ദൈവം തന്നെ, പിന്നെ സ്ക്രിപ്റ്റേഴ്സ്, പിന്നെ മോശ. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഈശോ എന്താ പറയുന്ന വിറ്റ്നസ് ആയിട്ട് ഈശോയുടെ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ ഈശോ ദൈവപുത്രനാണെന്നുള്ളതിന്റെ വിറ്റ്നസ് ആയിട്ട് ഈശോ തന്നെ പറയുന്ന കാര്യങ്ങൾ. ഇനി ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി 35-ാമത്തെ വാക്യത്തില് ജോൺ ദ ബാപ്റ്റിസ്റ്റ് 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ, അല്പസമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കമായിരുന്നു. വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ജോൺസ് മിനിസ്ട്രി ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ബി കമ്പയർഡ് ടു എ ലാമ്പ്? എന്തായിരുന്നു യോഹന്നാന്റെ ദൗത്യം? John the Baptist ministry was to light the way for the old covenant church to see and accept Jesus as the promised Messiah. അതായത് ഈശോയ്ക്ക് വഴി തെളിക്കുക. പഴയ കവനന്റ് ചർച്ച്, പഴയ സഭ ഈശോയെ തിരിച്ചറിയുകയും സ്വീകരിക്കാനുമായിട്ട് ഈശോയ്ക്ക് വഴി തെളിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാന്റെ ദൗത്യം. He came in the spirit of Elijah, who was described in similar terms. Then the prophet Elijah arose like a fire, his word flaring like a torch. അപ്പം ഏലിയ പ്രവാചകനെ പോലെ കത്തിജ്വലിക്കുന്ന വിളക്ക് എന്ന് പറയുന്നത് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത് ഏലിയ പ്രവാചകനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് പോലെയാണ്. നോട്ടീസ് ദാറ്റ് ജോൺ ഈസ് എ ലാമ്പ് ദാറ്റ് ഈസ് ലിറ്റ്, ഹി ഈസ് നോട്ട് ദ ലൈറ്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഒരു വിളക്കായിരുന്നു എന്നാണ് പറയുന്നത്, എന്നാൽ പ്രകാശമായിരുന്നു എന്ന് പറയുന്നില്ല. എന്താണ് വ്യത്യാസം? The Baptist did not shine like Jesus of his own light, but as a lamp. He is powered through a source. That source is Christ. വിളക്കിന് തന്നെ പ്രകാശം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഒരു വിളക്കായിരുന്നു, വഴി തെളിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നല്ലോ ദൗത്യം. എന്നാൽ ഈശോയാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈശോയാണ് ശരിയായ പ്രകാശം. യോഹന്നാൻ ശ്ലീഹ ഈ പ്രകാശത്തിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഈശോയുടെ ആ വിറ്റ്നസിനെ പറ്റിയുള്ള അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. 39 തൊട്ട് 40 വരെയുള്ള ഈ വാചകങ്ങളാണ്. Can you recall when Jesus has used sacred scripture to teach that he has come to fulfill those prophecies? അപ്പോൾ സുവിശേഷങ്ങളിൽ എവിടെയൊക്കെയാണ് ഈശോ ഈ വചനം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്? Throughout the Gospels, the book of Acts and the letters of Saint Paul and other Holy Spirit inspired authors. Old Testament texts are continually used as testimony of Jesus. ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള പല റെഫറൻസും നമ്മൾക്ക് പുതിയ നിയമത്തിൽ ത്രൂ ഔട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രവാചകന്മാരെ പറ്റിയുള്ള റെഫറൻസ്, ഈശോയെ പറ്റിയുള്ള പ്രവചനങ്ങളെ പറ്റിയുള്ള റെഫറൻസ് ഒക്കെ ത്രൂ ഔട്ട് ഈശോയുടെ പ്രസംഗങ്ങളിലും അല്ലാതെ അപ്പസ്തോലന്മാരുടെ പ്രസംഗങ്ങളിലും എല്ലാ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായിട്ടുള്ളതാണല്ലോ പുതിയ നിയമം മൊത്തം, അത് മീൻസ് ബൈബിൾ മൊത്തം. അപ്പോൾ ഇങ്ങനെ പുതിയ നിയമത്തില് പഴയ നിയമത്തിലുള്ള റെഫറൻസ് നമ്മൾക്ക് ത്രൂ ഔട്ട് കാണാനായിട്ട് പറ്റും. ഇനി വളരെ ചെറിയ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. മാത്യു 1:22, അത് ഐസയ 7:14 ഉള്ള റെഫറൻസ് ആണ്. മാത്യു 2:5 മിക്ക 5:1, മാത്യു 2:15 എക്സഡസ് എന്നുള്ള റെഫറൻസ് ഉണ്ട്. മാത്യു 2:18 ജെറമിയ 31:15, മാത്യു 3:3 ഐസയയുടെ റെഫറൻസ് ആണ്. മാത്യു 4:4 ഡ്യൂട്രോണമി 8:3, മാത്യു 4:6 സാംസ് സങ്കീർത്തനങ്ങൾ 91 10 തൊട്ട് 12 വരെ, മാത്യു 4:7 ഡ്യൂട്രോണമി 6:16, പിന്നെ മാത്യു 4:10, മാത്യു 4:14. ഇങ്ങനെ ഇതെല്ലാം
വളരെ കുറച്ച് എക്സാമ്പിൾസ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണ് അഗാപ്പയില്. എവിടെയൊക്കെ പുതിയ നിയമത്തില് പഴയ നിയമത്തിൽ നിന്നുള്ള റെഫറൻസ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട്. ഇതിപ്പോ മാത്യുവിന്റെ ഗോസ്പൽ മാത്രമാണ് ഈ എടുത്തേക്കുന്നത്. സെയിന്റ് പീറ്റർ യൂസ്ഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്ചർ ഇൻ ഹിസ് ഗ്രേറ്റ് ഹോമിലി അറ്റ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്തായില് പത്രോസ്ലീഹ എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ Jesus taught the church by using sacred scripture. Then starting with Moses and going through all the prophets, he explained to them passages throughout the scriptures that were about himself. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷവും ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്ത്, എമ്മാവുസിലോട്ട് പോകുന്ന ശിഷ്യന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പഴയ നിയമത്തിൽ നിന്നും പ്രവാചകന്മാരൊക്കെ ഈശോയെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈശോ വിശദീകരിക്കുന്നത്. അപ്പോൾ പല സമയത്തും പുതിയ നിയമത്തില് പഴയ നിയമത്തിന്റെ റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈശോ ഇവിടെ പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്, ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുക മാത്രമേ ഉള്ളൂ, ശരിക്കും നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റേഴ്സ് ആണ് ഇവിടുത്തെ ഒരു വിറ്റ്നസ് ആയിട്ട് ഈശോ പറയുന്നത്. സ്നാപയോഹന്നാന്റെ നമ്മൾ കണ്ടു, സ്ക്രിപ്റ്റേഴ്സിനെ പറ്റി കണ്ടു, പിന്നെ നമ്മൾ പറഞ്ഞു പിതാവ് തന്നെ എന്നെ പറ്റി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഈശോ പറയുന്നുണ്ട്. Question: we should not lose sight of to whom Jesus addressed these words. Who is it he speaks to in such strong condemning words? ഇപ്പൊ ഈശോ ഇത് ആരോടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഇത് പറയുന്നത്? അതായത് ഇങ്ങനെയൊക്കെ കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആരോടാണ്? നമുക്കറിയാം, the Jews of Jerusalem who are hostile to Jesus and who are in authority over of the world old covenant church. അന്ന് ഈശോയുടെ ശത്രുതയിലായിരിക്കുന്ന യഹൂദന്മാരോട്, അതുപോലെ പുരോഹിത പ്രമുഖന്മാര്, ന്യായ പ്രമാണികൾ, ഇങ്ങനെയുള്ള ഈശോയെ കൊല്ലാനായിട്ട് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന അവരോടാണ് ഈശോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതായത് ഇത്രയും സാക്ഷ്യം ഉണ്ടായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഈശോ പറയുന്നു. ജീസസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദീസ് മെൻ ഈസ് എസ്പെഷ്യലി ഹാർഡ്. ദേ വർ ലീഡിങ് ദ പീപ്പിൾ എസ്ട്രേ in their opposition to the Son of God. അപ്പൊ ഇതാണ് പ്രശ്നം. അതായത് ആൾക്കാരെ ഈശോയിൽ നിന്നും അകറ്റാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇത്ര രൂക്ഷമായിട്ട്, ശരിയായ ദൈവത്തെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരെ പോലും അതിൽ നിന്ന് മാറ്റാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇത്ര രൂക്ഷമായ രീതിയിൽ അവരോട് പ്രതികരിക്കുന്നത്. Jesus identifies 3 obstacles preventing his hearers from recognizing that he is the Messiah and the Son of God. What are the 3 obstacles? ഈശോ പറയുന്നുണ്ട്, ഈശോ 3 ഒബ്സ്റ്റക്കിൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവര് ഈശോയിൽ വിശ്വസിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈശോയിൽ വിശ്വസിക്കാൻ പറ്റാത്തത് എന്നുള്ള 3 ഒബ്സ്റ്റക്കിൾസ് പറയുന്നുണ്ട്. അത് 41 തൊട്ട് നമുക്ക് 45 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇതാണ് 41 തൊട്ട് 45 വരെ. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ ഈ വാക്യങ്ങളിൽ ഈശോ 3 കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളിൽ ദൈവസ്നേഹമില്ല, അതായത് ലാക്ക് ഓഫ് ലവ് ഓഫ് ഗോഡ്, അതാണ് ഒന്നാമത്തെ ഒബ്സ്റ്റക്കിള്. രണ്ടാമത് they are striving after human glory, പരസ്പരം മഹത്വം സ്വീകരിക്കുക. അപ്പോൾ മനുഷ്യരുടെ മഹത്വം അന്വേഷിക്കുന്ന അവരുടെ ഒരു വീഴ്ച, അതാണ് അവരുടെ രണ്ടാമത്തെ ഒബ്സ്റ്റക്കിള്. പിന്നെ their prejudiced interpretation of sacred scripture, പിന്നെ അവരുടെ തന്നെ, അതായത് പഴയ നിയമവും പ്രവാചകന്മാര് ഈശോയെ പറ്റിയുള്ള പ്രവചനങ്ങളും ഒക്കെ അറിയാമായിരുന്നിട്ട് പോലും അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവർ സ്വന്തം അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങൾ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഈ 3 കാരണങ്ങളാലാണ് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈശോയെ വിശ്വസിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ, വേഴ്സ് 45. Who is it according to Jesus who will accuse the false members of the old covenant church? A true Jew or Israel believe in Jesus at the final day of judgment, and who will judge them? അപ്പൊ 45-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. പിതാവിന്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക.
അപ്പോൾ നമുക്കറിയാം ആരാണ് അക്യൂസ് ചെയ്യുക. മോസസ് വിൽ അക്യൂസ് ദം ഇൻ ദ റോൾ ഓഫ് ദ പെർസിക്യൂട്ടിംഗ് അറ്റോർണി ഇൻ ദ ഹെവൻലി കോർട്ട്. പ്രോസിക്യൂട്ട്, ഇതിനകത്ത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണത്. പെർസിക്യൂട്ട് എന്നാണ്, പ്രോസിക്യൂട്ട് ആണ് വേണ്ടത്. അപ്പൊ മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക, അതായത് സ്വർഗീയ കോടതിയില്. പിന്നെ ആരാണ് ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുക? 12 അപ്പസ്തോലന്മാര് ഓൺ ദ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ. നമുക്കറിയാം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. അപ്പൊ ആ 12 ഗോത്രങ്ങളുടെ സിംഹാസനങ്ങളിൽ ജഡ്ജ്മെന്റ് സീറ്റില് 12 അപ്പസ്തോലന്മാരാണ് ഇരിക്കുക. മാത്യു 19:28, ലൂക്ക 22:30 ഈ ഇതിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ട്. 46ഉം 47ഉം വാക്യങ്ങളില് ഈ ഫുൾ വാക്യങ്ങൾ നമുക്കറിയാം ഈശോ ആ സാക്ഷി വിറ്റ്നസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 5 വിറ്റ്നസ് പറഞ്ഞു എന്ന് നമ്മൾ കണ്ടല്ലോ. ഒന്നാമത് ഈശോയുടെ തന്നെ പ്രവർത്തികള്, പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത്, പിന്നെ സ്ക്രിപ്ചേഴ്സ്, ദൈവവചനം, സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഇനി 5ാമത്തതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെ കുറിച്ച് അവൻ എഴുതിയിരിക്കും. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? Why is it fruitless for them to place their hopes in Moses? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 3:19 തൊട്ട് 4-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിന്റെ വലിയ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മോശയിലുള്ള വിശ്വാസം കൊണ്ട് രക്ഷ പ്രാപിക്കാൻ, അല്ലെങ്കിൽ അവര് മോശയാണ് ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് ഈശോയിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ അതിന്റെ ഫ്രൂട്ട്ലെസ് എന്താണ് അതിൽ നിഷ്ഫലമായിട്ടുള്ളതെന്നാണ് ഈശോ ചോദിക്കുന്നത്. Jews place all their hopes of redemption on the law of Moses, but it will be the law that will condemn them. അപ്പം അവരുടെ വിശ്വാസം അനുസരിച്ച് നിയമം പാലിച്ചാൽ മാത്രം മതി, അവർ രക്ഷപ്പെട്ടോളും എന്നായിരുന്നല്ലോ അവരുടെ വിശ്വാസം. അപ്പോൾ ഈ നിയമം വെറുതെ പാലിക്കുന്നത് കൊണ്ട് നമുക്ക് രക്ഷയുണ്ടാകുന്നില്ല എന്നാണ് ഈശോയോട് പറയുന്നത്. Now we are all well aware that whatever the law says is said for those who are subject to the law, so that every mouth may be silenced and the whole world held accountable to God. Therefore, no one will be declared righteous in God's sight by the works of the law. Rather, through the law we become conscious of our sin. റോമാക്കാരുടെ ലേഖനം 3-ാം അധ്യായം 19-20 വാക്യങ്ങളാണിത്. അതായത് നിയമത്തിൽ എന്താ പറയാ, നിയമം അനുസരിക്കുന്നത് കൊണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കുന്നില്ല. കർത്താവിന്റെ ബലിയാലാണ് നമ്മൾക്ക് പാപമോചനം ലഭിക്കുകയും രക്ഷ ഉണ്ടാകുകയും ചെയ്യുന്നത്. നിയമം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിയമം ഇല്ലായിരുന്നെങ്കിൽ തെറ്റില്ലല്ലോ. അപ്പൊ നിയമം വരുമ്പോൾ വി ബിക്കം കോൺഷ്യസ് ഓഫ് അവർ സിൻ. അപ്പൊ അതുകൊണ്ടാണ് വെറുതെ നിയമാനുസരണം രക്ഷയ്ക്ക് കാരണമാകുന്നില്ല എന്ന് ഈശോ പറയുന്നത്. God's law convicts us all of our true moral guilt before him. ഇപ്പൊ നിയമം വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ തെറ്റുകാരാകുന്നത് എങ്ങനെയാണ് നമുക്കുള്ള അവയർനെസ് ഉണ്ടാകുന്നത്. ദിസ് ഈസ് പോൾസ് പോയിന്റ് വെൻ ഹി സേസ് ത്രൂ ദ ലോ കംസ് ദ നോളജ് ഓഫ് സിൻ. അതായത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോഴാണല്ലോ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അത് പാപമാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ത്രൂ ദ ലോ കംസ് ദ നോളജ് ഓഫ് സിൻ. അപ്പൊ നിയമത്തിലൂടെ അല്ലെങ്കിൽ നിയമം അനുഷ്ഠിച്ചാൽ മാത്രം നമ്മൾക്ക് രക്ഷ ഉണ്ടാകുന്നില്ല. ഈശോയുടെ പാപമോചനം വഴിയായിട്ട് ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ പാപപരിഹാര ബലിയിൽ പങ്കാളികളാകുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകുന്നുള്ളൂ. 46-47 വാക്യങ്ങളാണ്. ഇഫ് യു റിയലി ബിലീവ്ഡ് ഇൻ ഹിം യു വുഡ് ബിലീവ് മീ ടു. മോശയെ പറ്റി പറയുന്നത്. Since it was about me that he was writing, but you will not believe what he wrote, how can you believe what I say? അതായത് മോശയിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു എന്ന് ഈശോ പറയുന്നു. കാരണം മോശ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈശോയെ പറ്റിയാണ്. അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ മോശയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. Jesus testifies that Moses was the sacred inspired author of the Pentateuch, which the Jews called the Torah, the teaching, and that it was Moses wrote down the inspired scripture which testified of him. അപ്പൊ യഹൂദരുടെ തോറ മോശ എഴുതിയതാണല്ലോ. അപ്പൊ മോശ അതിൽ എന്താണ് ഈശോയെ പറ്റിയാണുള്ള കാര്യങ്ങൾ. പക്ഷെ അത് അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഈശോയിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ അതായത് ഈ 5 സാക്ഷ്യങ്ങളും
ഉണ്ടായിട്ട് പോലും യഹൂദര് ഈശോയിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവിടെ ഈശോ പറയുന്നത്. In the Pentateuch, Moses prophesies that Messiah would come as a redeemer. അതായത് റിഡീമർ ആയിട്ട്, രക്ഷകനായിട്ട് മിശിഹ വരുന്നതിനെ പറ്റിയാണ് മോസസ് അവിടെ പ്രവചിക്കുന്നത്. റിഡീമർ, എ യൂണിവേഴ്സൽ കിങ് ആൻഡ് എ പ്രോഫറ്റ് ലൈക്ക് ഹിംസെൽഫ്. ലോകത്തെ മുഴുവനും രക്ഷിക്കാനുള്ള രാജാവായിട്ട്, പ്രവാചകനായിട്ട്, രക്ഷകനായിട്ട് വരുന്ന മെസ്സയെ പറ്റിയാണ് മോസസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അത് യഹൂദന്മാർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് പ്രശ്നം. ഈ 5 സാക്ഷ്യങ്ങളും ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നു. പക്ഷെ ഈ എല്ലാം ഉണ്ടായിട്ടും യഹൂദർക്ക് ഈശോയിൽ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. വാട്ട് ചലഞ്ച് ഡസ് ജീസസ് മേക്ക് ടു ഹിസ് ഓഡിയൻസ്? 5:47 ആ വാക്യത്തില് എന്താ ചലഞ്ചാണ് ഈശോ കേൾക്കുന്നവരോട് പറയുന്നത്? എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? ഇത് യഹൂദർക്ക് മാത്രമല്ല, എല്ലാവർക്കും, നമ്മൾക്കുമൊക്കെ ബാധകമാണ്. അപ്പൊ എന്താണ് ഇതിനകത്ത് ചലഞ്ച്? ഇഫ് ദേ കനോട്ട് ബിലീവ് ഇൻ വാട്ട് മോസസ് റോട്ട്, ഹൗ ക്യാൻ ദേ ബിലീവ് ഇൻ വാട്ട് ഹി സേസ്? This same challenge is there for us today. If you can deny the truth of some sacred scripture, then how can you believe any of it? അപ്പം ബൈബിളിലെ നമുക്ക് ചില കാര്യം വിശ്വസിക്കുകയും ചിലത് തള്ളിക്കളയും, അത് പറ്റുകയില്ല. That is why the Catechism teaches that sacred scripture is written without error. That is not to say that copies of the sacred text may not contain scribal errors. Man is fallible, but God is not. And the doctrine of sacred scripture is as true to us today as when it was written. അതായത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നു, ദൈവവചനം, തിരുവചനങ്ങൾ എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് ടൈപ്പിംഗ് എററോ അങ്ങനത്തെ മാനുഷികമായി വരുന്ന തെറ്റുകളോ ഇല്ല എന്നല്ല. അതിൻ്റെ ആ സത്തയിലുള്ള പഠനങ്ങൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതില് തെറ്റില്ല. അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. Saint Athanasius, Bishop of Alexandria, Egypt, writing in the 4th century AD, summarizes John chapter 5. അപ്പം അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ് ഈ 5ാമത്തെ ചാപ്റ്റർ മൊത്തമായിട്ട് സമ്മറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: The Son of God is sent by the Father to become the Son of Man, to restore the sons and daughters of God. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തുള്ള മക്കളായിട്ടുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് മനുഷ്യപുത്രനായി അയക്കുന്നു. അതാണ് the Son of God is sent by the Father to become Son of Man. എന്തിന്? To restore the sons and daughters of God. പിന്നെ അടുത്ത ഇതിനെ പറ്റിയുള്ള സമ്മറി ആയിട്ടുള്ള സെന്റൻസ് ആണ്: ജീസസ് ഇസ് ടീച്ചിങ് us how essential the father son relationship of Jesus and the Father is for our own salvation. ഇപ്പൊ ഈ 5ാമത്തെ ചാപ്റ്ററിൽ മൊത്തം പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധം, അതുപോലെ നമ്മളുടെ രക്ഷയ്ക്ക് ഈ പിതാവ് പുത്രൻ ബന്ധം എത്രമാത്രം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5ാമത്തെ അധ്യായം മുഴുവനായിട്ടും സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. Jesus, the Son of God, becomes the Son of Man of Daniel's vision, so that sons and daughters of men can become, through their rebirth in baptism, the sons and daughters of God. അപ്പൊ എന്തിനാണ് ദൈവപുത്രൻ സൺ ഓഫ് ഗോഡ് ബിക്കം സൺ ഓഫ് മാൻ ആയത്, മനുഷ്യപുത്രനാകുന്നത്? ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന മനുഷ്യപുത്രൻ എന്നുള്ള റെഫറൻസിൽ എന്തിനാണ് ഈശോ വന്നത്? Sons and daughters of men can become, through their rebirth in baptism, the sons and daughters of God. അപ്പം മാമോദിസയിലൂടെ നമ്മളെല്ലാവരും വീണ്ടും ദൈവമക്കൾ എന്നുള്ള ആ സ്ഥാനത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. അപ്പൊ അതാണ് ഈ 5ാമത്തെ ചാപ്റ്ററിന്റെ ഒരു സമ്മറി എന്ന് പറയാവുന്നത്. ഈശോ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഏകജാതനെ കുരിശിൽ ഉപേക്ഷിക്കാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ആ വചനത്തിന്റെ
ഒരു എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഈ ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളിലും വരുന്നത്. ഏകജാതനായ ഈശോയെ കുരിശിൽ ഉപേക്ഷിക്കാൻ തക്കവണ്ണം, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വിശുദ്ധ അത്തനേഷ്യസ് എഴുതിയതുപോലെ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് മെൻ, മനുഷ്യരായിരിക്കുന്ന വെറും പാപികളായിരിക്കുന്ന നമ്മളെ വീണ്ടും ദൈവമക്കളാക്കാനായിട്ട് ഏകജാതനായ ഈശോയെ കുരിശിൽ ഉപേക്ഷിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ 5ാമത്തെ ചാപ്റ്ററിൽ മൊത്തം. അപ്പൊ അതുകൊണ്ടാണ് ഈശോയും പിതാവും തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റിയൊക്കെ ഈശോ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് എത്ര ശ്രമിച്ചാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സീസ് ഒക്കെ നിങ്ങൾ പിതാവ് ചെയ്യുന്നത് കാണുന്നു എന്നൊക്കെ പറയും. നമ്മളുടെ സെൻസസ് കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, എന്നാലും ഈശോ ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പൊ എത്ര ശ്രമിച്ചാലും നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധം. അതുപോലെ നമ്മളോടുള്ള അതിദൈവമായ സ്നേഹം കൊണ്ട് ഈശോയെ കുരിശിൽ ഉപേക്ഷിക്കാൻ തക്കവണ്ണം പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന അതിനെപ്പറ്റിയുമൊക്കെ ഈശോയുടെ പറഞ്ഞു വെക്കുകയാണ്. പിതാവിനെ അനുസരിക്കുന്ന പുത്രനെ പറ്റിയൊക്കെയുള്ള അവരുടെ ആ അഗാധമായ ബന്ധം, ആ ബന്ധത്തിന്റെ സാങ്കത്യം നമ്മളുടെ രക്ഷയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ചാപ്റ്ററാണ് ഈ 5ാമത്തെ ചാപ്റ്റർ യോഹന്നാൻ ശ്ലീഹായുടെ. അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ലെസൺ 6 കഴിഞ്ഞു.